എനിക്കത്ര പോരാ, ബോധിച്ചില്ല. തിയേറ്റർ വാച്ചായിട്ട് പറയാൻ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. എൻ്റെ ഒരു അഭിപ്രായത്തിൽ OTT വാച്ചായിരുന്നു. വളരെ നല്ല റൊമാൻറ്റിക് മൂവി, ഫാമിലി വാച്ചബിൾ ആണ്. തീർച്ചയായിട്ടും അതിനകത്തുള്ള കണ്ടന്റുകൾ എല്ലാം ചർച്ച ചെയ്യേണ്ടത് തന്നെയാണ്. കൂടുതൽ സബ്ജക്റ്റിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അത് കഥ പറയുന്ന പോലെ ആയിപ്പോൾ അതുകൊണ്ട് മെസ്സേജ് ഒന്നുമില്ല. സിനിമ കാണുമ്പോൾ നമ്മൾ മെസ്സേജിന് വേണ്ടിയല്ലോ സിനിമ കാണാൻ വരുന്നത്. 2 മണിക്കൂർ 10 മിനിറ്റ് എന്തോ ഉള്ളൂ. കുഴപ്പമില്ല ബ്രോ, കണ്ടോണ്ടിരിക്കാം. ലവ് സ്റ്റോറിയാ. ഫസ്റ്റ് കുഴപ്പമില്ലായിരുന്നു, ലാസ്റ്റ് വന്നിട്ട് പോരത്ര. ലാസ്റ്റ് വന്നിട്ട് ട്വിസ്റ്റ് ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഒരു 4 പേരെ കഥ പറഞ്ഞു, ലാസ്റ്റ് വന്നിട്ട് അത് പൊളിച്ചളഞ്ഞത്. എനിക്കത്ര പോരാ, ബോധിച്ചില്ല. നല്ല പടമായിരുന്നു, പ്രത്യേകിച്ച് ഫാമിലി പടമാണ്. വളരെ നന്നായി ഇൻട്രസ്റ്റിംഗ് ഉണ്ടായിരുന്നു. എടുത്ത് പറയാൻ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമല്ല. തിയേറ്റർ വാച്ചായിട്ട് പറയാൻ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. എൻ്റെ ഒരു അഭിപ്രായത്തിൽ OTT വാച്ചായിരുന്നു. തിയേറ്ററിന് മസ്റ്റ് വാച്ച് എന്ന് പറയാൻ പറ്റുന്നില്ല. കുഴപ്പമില്ല കേട്ടോ, 1 ടൈം കണ്ടിരിക്കാം. കോമഡി ആയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അതൊരു ഫീൽ ഗുഡ് ടൈപ്പ് പറഞ്ഞു പോകുന്നതാണ്. പക്ഷേ കുറച്ച് ഒരു സാഡ് സ്റ്റോറി പോലെ പോയിട്ട് അവസാനം കണക്റ്റ് ആവുന്നതാണ്. കുഴപ്പമില്ലെന്നേ ഉള്ളൂ. എടുത്തു പറയാൻ ഇതൊരു ആന്തോളജി പോലെ പോകുന്ന 4 ഡിഫറെൻറ്റ് കഥ പോകുന്നതാണ്. അത് പിന്നെ അവസാനം ഒരു എൻ്റെ കൊണ്ട് എത്തിക്കുന്നതാണ്. 3 നായികമാർക്ക് 3 ഓരോ വ്യത്യസ്ത കഥയാണ്. അതിലൊരു പഴയ സിനിമയിൽ ഒരു പാട്ടുണ്ട്, ഒരു പാട്ട് സൂപ്പറായിട്ട് അതിൽ പാടിയിട്ടുണ്ട്. ഒരു കൊച്ചു പെൺകുട്ടി പാടിയിട്ടുണ്ട്. ആ പാട്ട് അതിൽ ഹിറ്റാണ്. കുട്ടനാടൻ പശ്ചാത്തലത്തിലുള്ള എല്ലാ സംഭവവും ചെയ്തിട്ടുണ്ട്. വളരെ നല്ല മൂവിയാണ്, എല്ലാ പ്രായക്കാർക്കും ഇഷ്ടപ്പെടും. വളരെ സിൻസിയർ, ഒരു വളരെ നല്ല റൊമാൻറ്റിക് മൂവി, ഫാമിലി വാച്ചബിൾ ആണ്. എല്ലാം സൂപ്പറായിട്ടുണ്ട്, അടിപൊളി. നല്ല ഡയറക്ഷൻ ഓൾസോ. നമുക്ക് ആ ഒരു ഫുൾ ത്രൂ ഔട്ട് നമുക്ക് ഒട്ടുമേ ബോറടിക്കാതെ കഥ പോകുന്നുണ്ട്. ലാസ്റ്റ് ഇങ്ങനെ വരുന്നു പ്രതീക്ഷിച്ചില്ല. വളരെ എൻഡിങ് ക്ലൈമാക്സ് വളരെ എല്ലാ ആക്ടേഴ്സും നല്ലത്, ഡയറക്ഷനും വളരെ നല്ലത്. എല്ലാവർക്കും കാണാൻ പറ്റിയ നല്ല മൂവിയാണ്. എടുത്തു പറയാൻ ലാസ്റ്റുള്ള ട്വിസ്റ്റാണ്, നന്നായിട്ടുണ്ട്. മൂവി നന്നായിട്ടുണ്ട് കേട്ടോ. മേതിൽ ദേവിക, ബിജുമേനൻ നല്ല പെർഫോമൻസ് എല്ലാവരുടെയും എനിക്കിഷ്ടപ്പെട്ടു. ഇനി ബാക്കി പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുമെന്ന് തന്നെ വിശ്വസിക്കുന്നു. പ്രണയമാണല്ലോ അല്ലേ ഇത്, പക്ഷെ നല്ല ഫിലിമാണ്, നല്ല മൂവിയാണ്. പ്രേക്ഷകർ കാണേണ്ട മസ്റ്റ് വാച്ച് ആണെന്നാണ് ഞാൻ പറയുന്നത്. നല്ല ത്രെഡാണ്, നല്ല മൂവിയാണ്. എടുത്തു പറയുന്നത് ഇത് കണ്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. വിചാരിക്കുന്ന പോലെ അല്ല, നമ്മൾ നല്ല സസ്പെൻസ് പോലെ തന്നെയാണ് ലാസ്റ്റ് എൻഡ് ചെയ്യുന്നത്. നല്ല മൂവിയാണ്, ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. എല്ലാവരും നന്നായിട്ടാണ് ചെയ്തേക്കുന്നത്. ടോട്ടലി അങ്ങനെയാണ് പോകുന്നത്. നന്നായിട്ടുണ്ടായിരുന്നു. ഇല്ല, നല്ലൊരു സബ്ജക്റ്റാണ്. ചെറിയ തോതിലൊരു സസ്പെൻസും അങ്ങനെ ഒരു നല്ലൊരു രീതിയിലാണ് പോകുന്നത്. പിന്നെ അല്ല, ഇതൊരു ഫാമിലി മീൻസ് എല്ലാവർക്കും കാണാൻ പറ്റിയ ഒരു ജേണറിലുള്ളൊരു ഫിലിമാണ്. പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. ഈ പറഞ്ഞ പോലെ വിഷ്വൽസ് കൊള്ളാം, നല്ല വിഷ്വൽസാണ്. മ്യൂസിക്കും കൊള്ളാം. ഇത് രണ്ടുകൊണ്ട് എനിക്ക് പറയാനുള്ളത്. പിന്നെ തുടക്കത്തിൽ തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രം കാണിച്ചിട്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ അതുകൊണ്ട് തിരുവനന്തപുരംകാരനായതുകൊണ്ട് ഒരു വൈബ് കിട്ടി. ഇടയ്ക്കിടയ്ക്ക് തിരുവനന്തപുരം കാണിക്കുന്നുണ്ട്, അതിൻ്റെ ഒരു വൈബുണ്ട്. വേറെ പ്രത്യേകിച്ച് പറയാനായിട്ടൊന്നുമില്ല. ഇത് ഓൾറെഡി ഇതൊരു റീമേക്ക് പടമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ റീമേക്ക് പടമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു തെലുങ്ക് പടത്തിന് റീമേക്ക് ആണെന്നാണ് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് ഓൾറെഡി കണ്ടിട്ടുള്ള സിനിമ ആയതുകൊണ്ട് അത് ഇതൊരു കമ്പയർ ചെയ്യാൻ നമ്മുടെ മനസ്സെപ്പോഴും തോന്നിക്കുക. അതിൻ്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ. എല്ലാവരും ഓക്കെ ആയിരുന്നു. എനിക്ക് ഹക്കീം ഷക്കീറിൻ്റെ പെർഫോമൻസ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ബിജു മേനൻ്റെ പെർഫോമൻസ് ഓഫ് കോഴ്സ് നന്നായിട്ടുണ്ടായിരുന്നു. അനുശ്രീയുടെ ക്യാരക്ടറുള്ള ഇങ്ങനെ കുറച്ച് ക്യാരക്ടേഴ്സൊക്കെ പെർഫോമൻസുകളൊക്കെ നന്നായിരുന്നു. വിഷ്വലി നന്നായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ജോമൻ ടി ജോണാണ് ക്യാമറയെന്നാണ് തോന്നുന്നത്. അപ്പോൾ നന്നായിട്ട് എടുത്തിട്ടുണ്ട്. മെസ്സേജ് ഒന്നുമില്ല. സിനിമ കാണുമ്പോൾ നമ്മൾ മെസ്സേജിന് വേണ്ടിയല്ലോ സിനിമ കാണാൻ വരുന്നത്. 2 മണിക്കൂർ 10 മിനിറ്റ് എന്തോ ഉള്ളൂ. അത്രയും സമയമുള്ളൂ. ഇൻ്റർവെല്ലാം കൂടെ വിടുമ്പോൾ 2.5 മണിക്കൂർ. ആ സമയം സ്പെൻഡ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വന്ന് കണ്ടുപോക്കാം. നല്ല പടമായിരുന്നു, എല്ലാവരും കാണണം, ഉറപ്പായിട്ട് കാണണം. നല്ല മൂവിയാണ്, ഇഷ്ടപ്പെട്ടു. എക്സ്പ്രഷൻസും എല്ലാം നല്ലതായിരുന്നു. നല്ല മൂവിയായിരുന്നു, കണ്ടുകൊണ്ടിരിക്കാൻ നല്ലൊരു പടമാണ്. സമയം പോയത് അറിഞ്ഞില്ല. എല്ലാം കൊണ്ടും നല്ലൊരു മൂവിയാണ്. വളരെ നല്ല മൂവിയായിരുന്നു. ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ട് ഉള്ളവർ എല്ലാവർക്കും കുടുംബപരമായിട്ട് തന്നെ എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് കാണാൻ പറ്റുന്ന മൂവിയാണ്. പ്രത്യേകിച്ച് ദേവി ചേച്ചിയുടെ ഫസ്റ്റ് ഫിലിം ആയതുകൊണ്ട് നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. വളരെ നല്ല രീതിയിൽ തന്നെ ചേച്ചി അത് പെർഫോം ചെയ്തിട്ടുണ്ട്. സന്തോഷം. ആസ് എ സ്റ്റുഡൻറ്റ് എനിക്ക് ഭയങ്കര സന്തോഷമായി ചേച്ചിയുടെ ഒരു ഇത് കണ്ടപ്പോഴത്തേക്ക്. വളരെ നല്ല മൂവിയാണ്. എല്ലാവരും എല്ലാ ആർട്ടിസ്റ്റും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ബിജു മേനോൻ ചേട്ടനും എല്ലാ ആർട്ടിസ്റ്റും. അടിപൊളിയായിരുന്നു പടം. മാഡം എന്നുള്ള സൂപ്പറായിരുന്നു. നല്ല ഫാമിലി പിക്ചർ എന്നാൽ എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് കാണാനുള്ളൊരു പിക്ചർ. നമുക്ക് ഇപ്പോൾ ഒന്ന് കണ്ടിട്ട് പോലും എനിക്ക് മതിയാവുന്നില്ല. കാണണമെന്നുള്ളൊരാഗ്രഹമേ ഉള്ളൂ. സസ്പെൻസ് നമ്മൾ കഥ തുടങ്ങുമ്പോൾ തന്നെ ഒന്ന് ഊഹിച്ചു തുടങ്ങും ഇങ്ങനെ ആയിരിക്കും എൻഡ് ചെയ്യുന്നെങ്കിൽ. പക്ഷേ അതിന്നൊക്കെ ഭയങ്കര ഡിഫറെൻ്റ് ആയിരുന്നു. ഈ ഒരു ത്രെഡ് ഈ ഇടക്കാലത്തൊന്നും ഞാൻ കണ്ടിട്ടില്ല. അതായിരുന്നു, ആ സസ്പെൻസ് ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും അതിനകത്തുള്ള കണ്ടന്റുകൾ എല്ലാം ചർച്ച ചെയ്യേണ്ടത് തന്നെയാണ്. നമ്മൾ കൂടുതൽ സബ്ജക്റ്റിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അത് കഥ പറയുന്ന പോലെ ആയിപ്പോൾ അതുകൊണ്ടാണ് അതിനെക്കുറിച്ച് കണ്ട് തന്നെ മനസ്സിലാക്കേണ്ട സിനിമയാണ്. മാമിൻ്റെ ഒക്കെ നമ്മൾ ഡാൻസിലല്ലേ കണ്ടിട്ടുള്ളൂ, പക്ഷേ സ്ക്രീനിൽ കണ്ടപ്പോൾ അത് പറയാൻ നമ്മുടെ സ്വാഭാവികമായിട്ട് വളരെ നാച്ചുറലായിട്ടുള്ള നമ്മളിലൊരാൾ കണ്ടിട്ടുള്ള ഒരാളെ ഒക്കെ പോലെ തോന്നുന്ന ഒരു അഭിനയം തന്നെയാണ്. നന്നായി, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അത് നമ്മൾ സാധാരണ ഇപ്പോൾ ഞാൻ പറയുന്നു പോപ്കോൺ പിടിച്ച സ്വന്തം സിനിമ കാണുന്ന ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസാണ്. സിനിമയുടെ ഓരോ സമയത്തും അതിൻ്റെ ക്രൂഷ്യൽ മൊമെൻറ്റ്സിലൊക്കെ നമുക്ക് അപ്പം പ്രേക്ഷകരുടെ റെസ്പോൺസ്
ഓഡിയൻസിലിരുന്ന് കാണുമ്പോൾ ഭയങ്കര സുഖമാണ്. അപ്പം ഞാൻ ഇന്ന് പറയുന്നത് ആദ്യമായിട്ടാണ് ടെൻഷൻ ഇല്ലാണ്ട് ഞാനൊരു വർക്ക് ഞാൻ ചെയ്ത വർക്ക് കാണാൻ പോകുന്നത്. മറ്റേത് ഈ പെർഫോമൻസ് അല്ലെങ്കിൽ ഞാൻ ഡയറക്റ്റ് ചെയ്ത സിനിമയ്ക്ക് ഡാൻസ് ഫിലിംസ് ആകുമ്പോൾ നല്ല ടെസ്റ്റ് ട്രെയിനാണ്. അപ്പോൾ ഇത് ആദ്യമായിട്ടാണൊന്ന് റിലാക്സ് ചെയ്ത് ഡ്രസ്സൊക്കെ ചെയ്തു വന്ന് എൻ്റെ കുട്ടികളുടെ കൂടെയും ഫ്രണ്ട്സിൻ്റെയൊക്കെ പോയി കാണണം. അത് നല്ലൊരു എക്സ്പീരിയൻസ്, നല്ല ടീമാണ്. ആൻഡ് അതിൻ്റെ ഔട്ട്പുട്ട് നല്ലോണം കാണുന്നുണ്ട്. എൻ്റെ കൂടെ അഭിനയിച്ച മറ്റ് കോ ആക്ടേഴ്സ് എല്ലാവരും തന്നെ നന്നായി ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് വെരി പോയറ്റിക് മൂവി. എല്ലാവരും കാണണം. ഓണം കഴിഞ്ഞിട്ടാണ് സിനിമ വന്നിരിക്കുന്നത്, എന്നാലും എല്ലാവരും കുറേ കാലമായി എനിക്ക് തോന്നുന്നു ഒരു സിനിമ ഇങ്ങനെ ഒരു ജോണറിലുള്ള ഒരു സിനിമ ഞാൻ കുറച്ചായിട്ടോ കണ്ടിട്ടോ. അതുകൊണ്ട് എൻ്റെ വിചാരം ഇനി അങ്ങനെ ആയിരിക്കും എന്നാണ്. പക്ഷേ എന്തായാലും എല്ലാവരും പോയി കാണണം. അങ്ങനെ പറഞ്ഞോ? ഞാനിപ്പോൾ ഇറങ്ങിയിട്ടല്ലേ ഉള്ളൂ. ആണോ? എനിക്ക് തോന്നിയില്ല. ചിലപ്പോൾ നമ്മുടെ മനസ്സിൽ ഈ ചർച്ചയൊക്കെ നേരത്തെ നടന്നുകൊണ്ട് പുതിയൊരു ചർച്ചയുടെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. അത്തരം പടങ്ങൾ കാണുന്നതിൻ്റെ ഒപ്പം തന്നെ ഇതും പ്ലീസ് കാണുക, ഹിറ്റാക്കുക. വിഷ്ണുവൊക്കെ നമ്മുടെ ടീം വളരെ എല്ലാ ടീമും ചെയ്യുന്ന പോലെ തന്നെ ഒരുപാട് വർക്ക് ഇട്ടിട്ടുള്ള ഇതാണ്. അതിൻ്റെ ഔട്ട്പുട്ടും ആസ് എൻ ആർട്ടിസ്റ്റ് ആൻഡ് ആൻ ഓഡിയൻസ് എനിക്കിഷ്ടമായി. പിന്നെ ഞാൻ എന്നെ തന്നെ നോക്കുകയാണെങ്കിൽ ആദ്യം എന്നെയാണല്ലോ നോക്കുന്നത്. അതും ഓക്കെ, ക്വൈറ്റ് നൈസ്.